ആ പാരന്റ് ചോദിച്ചൊരു ചോദ്യം എന്താ, നിങ്ങൾ ഈ പാരന്റ്സിനെ നന്നാക്കാനുള്ള വീഡിയോസ് ഇങ്ങനെ അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ, കുട്ടികൾക്കുള്ള എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടോ? ഇപ്പൊ കേസിനെ കുറിച്ച് ഓർമ്മയാണ് മുന്നേ തന്നെ എനിക്കിത് പറഞ്ഞപ്പോ ഓർമ്മയത് എന്താ വെച്ചാല്, എന്റെ റിലേറ്റീവിന്റെ അടുത്ത് ഇതേപോലെ ഒരു ടീനേജിലുള്ള അമ്മയും മോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു വന്നപ്പോഴേ ഇമ്മ കുട്ടീനൊന്ന് നന്നാക്കി തരണമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഏൽപ്പിച്ച്. അപ്പൊ ഞാനൊരു മണിക്കൂറോ 1.5 മണിക്കൂർ കുട്ടീൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് പോന്നു. പിന്നെ ഇങ്ങനെ അമ്മാൻ്റെ അടുത്ത് എന്തായി നമ്മ അങ്ങനെ എക്സൈറ്റഡ് ആയി ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ മാറണം, കുട്ടി മാറണുണ്ടാവില്ല. ഉമ്മാക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഒപ്പീനിയൻ പോലെ സജസ്റ്റ് ചെയ്തെടുത്തു. അപ്പൊ ഇമ്മന്റെ അടുത്ത് ചോദിച്ചത് എന്താ വെച്ചാല്, ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് കുട്ടീനെ നന്നാക്കാൻ തന്നിട്ട് ജിന്നെയാണോ നന്നാക്കണേ എന്നുള്ള ചോദ്യം എനിക്ക് കിട്ടിയത്. അതാണ് വരുന്ന ക്വസ്റ്റ്യൻ. ഇപ്പം മെനാസിന്റെ അടുത്ത് വന്ന പാരന്റ് കുട്ടീനെ ശരിയാക്കാൻ വേണ്ടിട്ട് കുട്ടീനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിട്ടു അല്ലേ? എനിക്ക് വന്ന ഒരു കേസിൽ ഉണ്ടായിരുന്നു. അതായത് കുട്ടിക്ക് കുറെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്, ടീനേജ് ആണ് കുട്ടി. അപ്പൊ കുട്ടി കുറെ പ്രശ്നങ്ങൾ വന്നിട്ട്, ദേഷ്യത്തിന്റെ പ്രശ്നം, ആളുകളായിട്ട് സംസാരിക്കണില്ല, ഇടപഴകണില്ല, മൊത്തത്തിലൊന്ന് മാറിക്കണം എന്നുള്ള രൂപത്തിൽ കൊടുന്ന കുട്ടിയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു ഇങ്ങനെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് വരുമ്പോ ഇവർക്ക് ഈ കുട്ടി കുറെ മുന്നേ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കേണ്ടത്, അതായത് ദേഷ്യം കാര്യങ്ങൾ. അപ്പൊ ഇവർ ഇത് നന്നാക്കാന്നുള്ള രൂപത്തില് കുറെ സ്കൂളുകൾ മാറ്റി കൊടുത്തു. സ്കൂള് എൻവയോൺമെന്റ് ചേഞ്ച് ആക്കുക എന്നുള്ള ഓല് ചെയ്തത് സ്കൂളുകൾ മാറ്റി കൊടുത്തു. അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പോലത്തെ അവിടെ കൊണ്ടാക്കി. അങ്ങനെ കുട്ടിക്ക് കുറെ കാര്യങ്ങൾ പോലും അങ്ങോട്ട് അടിച്ചേൽപ്പിക്കണ പോലെ ചെയ്തു. അപ്പൊ കുട്ടി എന്താ വെച്ചാൽ, കുട്ടി കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നു, ശരിയാണ്, നല്ല ഡിസിപ്ലിൻ ആയിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ പഠിച്ചു. ഡിസിപ്ലിൻ, കുട്ടി കൊടുത്ത ഡിസിപ്ലിനുള്ള മീനിങ് എന്താ വെച്ചാല്, ഞാനിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലല്ലേ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഞാന് മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ എനിക്ക് കുറെ സോൾവ് ചെയ്യാലോ എന്ന രീതിയിൽ കുട്ടിക്ക് മാറി. അപ്പൊ കുട്ടി കുറെ ഇമോഷൻസ് ഒന്നും കാണിക്കാതായി. അപ്പൊ ആ കുട്ടി മിണ്ടാണ്ടിരുന്നിട്ടാണ് ഫസ്റ്റില് വരുന്നത്. എന്റെ കുട്ടി സംസാരിക്കുന്നില്ല എന്നുള്ള പരാതിയിലാണ് പാരന്റ്സ് നമ്മളടുത്തേക്ക് വരുന്നത്. സംസാരിപ്പിക്കാന് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഇമോഷണൽ ലിറ്ററസി ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അല്ലെ? ഏത് വികാരത്തിനും മിണ്ടാണ്ടിരിക്കുക എന്നുള്ള ഒരു ശീലം അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്ത് കിട്ടി. അപ്പം ഓരോ വികാരത്തിനും ഓരോ പേരുകളുണ്ട്, ഓരോ വികാരവും ഓരോന്നാണെന്ന് മനസ്സിലാക്കണം. ആ ഒരു ഇമോഷണൽ ലിറ്ററസി ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ശരിക്കും പാരന്റ് ശരിക്കും ഹാപ്പി ആയി അല്ലേ? അതെ, നല്ല പാരന്റ്സ് ആയാലും നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു. ചേഞ്ച് വരുന്ന കാണുന്നുണ്ട്, ചിരിക്കാൻ തുടങ്ങി, ഇരുന്ന് സംസാരം നമ്മുടെ അടുത്ത് വന്നിരുന്ന് കേട്ടെങ്കിലും ഇരിക്കാൻ തുടങ്ങി, കേട്ടെങ്കിലും നമ്മളെ കൂടെ പിന്നെ കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ